ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകർ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടിത്തീർത്ത് കളയുമെന്ന ബിജെപി പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും ബിജെപിക്കാർ ഭീഷണിപ്പെടുത്തി. 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ചെർപ്പുളശ്ശേരി നെല്ലായിലെ ആക്രമണക്കേസിൽ അറസ്റ്റിലായ 6 ബിജെപി RSS പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് സംഭവം. പോലീസ് അറസ്റ്റ് ചെയ്ത നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ടാക്സി വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണവും വധഭീഷണിയും മുഴക്കിയത്. നാലു പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരായ ശ്യാംകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പി ഉണ്ണി MLAയും CPIM നേതാക്കളും സന്ദർശിച്ചു. ഞങ്ങൾ ഈ ആയുധമായി കൊണ്ട് തന്നെ നേരിടും, ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഒരു കൊലവിളി നടത്തിക്കൊണ്ടാണ് ഇവർ നിന്നത്. ഒരു ക്രിമിനൽ സംഘം ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത്. ആ കുറ്റവാളികളുടെ പേരിൽ അതികർശനമായ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. വധഭീഷണിയാണ് മുഴക്കിയിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലം. സംസ്ഥാനത്തെ 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലിറക്കാൻ പാടില്ല. തീരദേശത്തെ ഡീസൽ പമ്പുകൾ ഇന്നു മുതൽ അടച്ചിടും. 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ബാധകമല്ല. വള്ളങ്ങൾക്ക് ആവശ്യമായ ഡീസൽ മത്സ്യഫെഡിന്റെ ഡീസൽ പമ്പിൽ നിന്ന് ലഭ്യമാകും. കോടികൾ മുടക്കി നിർമ്മിച്ച കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നു. OP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്റ്റെറിലൈസേഷൻ വിഭാഗവും കെട്ടിടവുമാണ് ചോർന്നൊലിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഉടൻ അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. 540 കോടി രൂപ ചെലവിൽ തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് പാരപ്പള്ളിയിൽ ESI കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചോർന്നൊലിക്കുന്നത്. ഭിത്തിയിലൂടെയും പടിക്കെട്ടുകളിലൂടെയുമാണ് മഴക്കാലത്ത് ചോരുന്നത്. പടിക്കെട്ടുകളിൽ വെള്ളത്തിൽ ചവിട്ടി കാൽവഴുതി വീഴാതിരിക്കാൻ ബേസ് ബോർഡ് നിരത്തിയ നിലയിലാണ്. മാർബിൾ പതിപ്പിച്ച ഭിത്തിയിലും നനവ് കാണാം. മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ലാബ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, സ്റ്റെറിലേഷൻ വിഭാഗത്തിലും OPയിലും വരെ ചോർച്ചയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് കെട്ടിടത്തിനുള്ളിൽ പാലരുവിക്ക് സമാനമാണ് ചോർച്ചയെന്ന് ചില ജീവനക്കാർ പറയുന്നു. ലിഫ്റ്റിനുള്ളിൽ വരെ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനവും താറുമാറായി. നിർമ്മാണ മേൽനോട്ടത്തിന് എഞ്ചിനീയർമാരും ക്വാളിറ്റി കൺട്രോളർ വരെ ഉണ്ടായിട്ടാണ് കെട്ടിടത്തിന്റെ ഈ ശോചനീയ അവസ്ഥ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നിർമ്മാണത്തെ സംബന്ധിച്ച് നിർമ്മാണത്തിന്റെ അപാകതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോരായ്മ. 540 കോടി രൂപയാണ് ESI കോർപ്പറേഷന് വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. എല്ലാ കെട്ടിടങ്ങളും ഇന്നിപ്പോൾ ചോർന്നിരിക്കുകയാണ്. രോഗികൾക്കോ ഓഫീസോ മറ്റോ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ കെട്ടിടം താറുമാറായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. MP ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിൻ്റെ പങ്കിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതാണ് എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. അതേസമയം ചോർച്ചയെക്കുറിച്ച് ESI മൗനം പാലിക്കുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഴക്കാലമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പന്തളം അറത്തിമുക്ക് കോളനി നിവാസികൾ. വെള്ളപ്പൊക്കത്തോടൊപ്പം പകർച്ചവ്യാധി ഭീഷണിയുടെ പിടിയിലകപ്പെടുകയാണ് കോളനി നിവാസികൾ. മഴ മതി പന്തളം അറത്തിമുക്ക് കോളനി വെള്ളത്തിലാവാൻ. അപ്പോൾ തുടർച്ചയായി മഴ പെയ്താലോ ഇവരുടെ കാര്യം അവതാളത്തിലാകുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മഴ കനത്ത് വെള്ളം കയറുന്നതോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അസുഖം പിടിപെടുന്നതും ഇവിടത്തെ സ്ഥിരം കാഴ്ചകളായി മാറി. കൊതുകും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളർന്നു വലുതായി രോഗങ്ങൾ പടർത്തുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുവരെയും ഗൗനിച്ചിരുന്നില്ല. വെള്ളം കയറുന്നതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങും. ഒരു വർഷത്തിൽ ഒരു 8-9 മാസവും ഈ സ്ഥിതിയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് മറ്റു പണിക്ക് പോകാനോ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമില്ലാത്ത ഒരു പട്ടികജാതിപ്പെട്ട കുറെ 10-25 വീട്ടുകാർക്ക് ഈ അവസ്ഥ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് നല്ല ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം. കൃഷിയും ജീവിതവും ഒരുപോലെ വെള്ളത്തിലായവർ പുതിയ സർക്കാരിലാണ് പ്രതീക്ഷ വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കുട്ടനാട് പാക്കേജ് പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ. കുട്ടനാട് പാടശേഖരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിന്റെ കുടിശ്ശിക 10 ദിവസത്തിനകം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കൃഷിമന്ത്രി സുനിൽകുമാർ കുട്ടനാട് സന്ദർശിച്ചത്. കുട്ടനാട് പാക്കേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ കുട്ടനാട് പാക്കേജ് ഫലവത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം ഒരു സ്ഥലത്ത് പോലും മട വീഴാതെ ഇത് സംരക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഈ പാക്കേജ് ഇനി ആരംഭിക്കാൻ വേണ്ടി കൃഷി ഡയറക്ടറോടും സെക്രട്ടറിയോടും അതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലിന്റെ കുടിശ്ശിക വിലയായിട്ടുള്ള 338 കോടി രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നാളികേര കർഷകരുടെ കുടിശ്ശികയായ 48 കോടി രൂപയിൽ 12 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ച പുറംബണ്ടിന്റെ നിർമ്മാണാവലോകനം നടത്തിയിട്ട് പണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം മടവീഴ്ച നടന്ന കുപ്പപ്പുറം പാടശേഖരവും മന്ത്രി സന്ദർശിച്ചു. ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചിത്തിരക്കായലിൽ പുഞ്ചകൃഷി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നേരത്തെ റാണിക്കായലിൽ കൃഷി ഇറക്കിയിരുന്നു. ഇനി ചിത്തിരക്കായലിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മന്ത്രി കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 6 ബ്ലോക്കിൽ നെൽകൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധന നടത്താനും ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മെത്രാൻകായലിലും ആറന്മുളയിലും കൃഷിയിറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത KPCC അധ്യക്ഷൻ VM സുധീരൻ. കൃഷിമന്ത്രിയുടെ സമീപനം നല്ലതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. R ചന്ദ്രശേഖരനെതിരായ കശുവണ്ടി കേസിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും സുധീരൻ പറഞ്ഞു. മെത്രാൻകായലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ മുതൽ ഈ നിലപാട് സ്വീകരിച്ചു വരുന്ന ആളുകളാണ്. അതിൽ കൃഷി ഇറക്കാനുള്ള കൃഷിമന്ത്രിയുടെ സമീപനം നല്ല സമീപനമാണ്. ആ നല്ല സമീപനത്തെ നല്ല സമീപനമായി തന്നെ കാണുന്നു. അല്ല, ഈ കാര്യത്തിലൊന്നും പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. നിയമം അതനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും E ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് DMRC മുഖ്യ ഉപദേഷ്ടാവ് E ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയിലെ ഇതുവരെയുള്ള പുരോഗതി, തുടർന്നുള്ള പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഡെമോ പ്രസന്റേഷൻ E ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നടത്തി. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള നോട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും 2017 മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും E ശ്രീധരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയത്തുള്ള പദ്ധതി പൂർത്തിയാക്കാനാണ് കൊച്ചി തീർച്ചയായിട്ടും. പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതിനാൽ E ശ്രീധരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെ കാര്യത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും E ശ്രീധരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൃക്കദാനം ചെയ്തയാളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ലേഖ നമ്പൂതിരി. ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഏറെ നാളലട്ടിയിരുന്ന വേദനമറിയതിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയോടെയാണ് ലേഖ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വൃക്കദാനം ചെയ്ത് ശ്രദ്ധയായ ലേഖ നമ്പൂതിരിയുടെ നട്ടലിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പണം കൈപ്പറ്റിയാണ് വൃക്കദാനം ചെയ്തതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വൃക്ക സ്വീകരിച്ച ഷാഫി ഏറെ മാറിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ താല്പര്യമില്ലെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ലായിരുന്നു അന്ന് കൊടുത്തത്. വിവാദങ്ങൾ ഞാൻ ഭയപ്പെടുന്നുമില്ല. അത് വരുന്നിടത്ത് വരട്ടെ. 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഇപ്പോഴുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകിയെന്ന മനുഷ്യാവകാശ സംഘടനയുടെ അവകാശവാദവും തെറ്റാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ച ലേഖ നമ്പൂതിരി ഓപ്പറേഷന് തൊട്ടുമുമ്പ് സഹായമെത്തിച്ച ശേഷം മമ്മൂട്ടി ഫോണിൽ വിളിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. മമ്മൂക്ക വിളിച്ചിരുന്നു. അത് ഓപ്പറേഷന് കയറുന്നതിന് തൊട്ട് മുമ്പെയാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി ലേഖ നമ്പൂതിരി ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്. മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടെയാണ് പോലീസ് മെഡിക്കൽ ബോർഡ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിൽ എത്തിയത്. മരണകാരണമാകുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതാണ് പരിശോധനാ ഫലം. അതേസമയം മണിയുടെ സഹായികളുടെ അറിവോടെയാകാം വിഷമദ്യം ശരീരത്തിലെത്തിയതെന്നാണ് സഹോദരൻ RV രാമകൃഷ്ണന്റെ ആരോപണം.
കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിലെത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ് മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിയർ കഴിച്ചത് മൂലം മെഥനോൾ ശരീരത്തിൽ എത്തിച്ചേർന്നതാകാം എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിൽ ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. അതേസമയം മെഥനോൾ ശരീരത്തിലെത്തിയത് സഹായികളുടെ അറിവോടെ ആയിരിക്കാമെന്ന് മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അന്വേഷണം CBIക്ക് വിട്ടപ്പോൾ മാത്രമാണ് മണിയുടെ സുഹൃത്ത് സാബുമോൻ മാനനഷ്ടത്തിന് കേസ് നൽകിയതെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൃഷിവകുപ്പിനെ വിശ്വസിച്ച് വിത്ത് വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. കാന്തല്ലൂരിൽ ക്യാബേജ്, ക്യാരറ്റ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തവരാണ് കൃഷി ഒന്നടങ്കം നശിച്ച് ദുരിതത്തിലായത്. 350 ഏക്കർ ഭൂമിയിൽ സർക്കാരിനെ വിശ്വസിച്ച് കൃഷി ചെയ്ത കർഷകരാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് കാന്തല്ലൂർ മേഖലയിൽ ദുരിതത്തിലായത്. കൃഷിവകുപ്പ് വിതരണം ചെയ്ത വിത്തുപയോഗിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് 350 ഏക്കറിൽ അധികം ഭൂമിയിൽ വിളയിപ്പിച്ച ക്യാബേജ്, ക്യാരറ്റ് കൃഷികളാണ് വിത്തിന്റെ നിലവാരമില്ലായ്മ മൂലം ദുരിതം പേരേണ്ടി വന്നത്. ഇത് വന്നിട്ട് നമുക്ക് കൃഷിഭവന് ഫ്രീ ആയിട്ട് കൊടുത്ത വിത്താണ്. ആ വിത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസം വിളവെടുക്കുന്ന സമയമായി. ഈ കിളങ്ങായതുകൊണ്ട് മുകളിൽ കായ്ക്കാത്ത ഇതാ നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് കൃഷിഭവനിലും കാണിച്ചു, പിന്നെ ഇതിന് ഒരു മറുപടി അവർ പറഞ്ഞില്ല ഇതുവരെ. ഈ വിത്ത് തന്നെ ഞങ്ങൾ വിത്ത് എടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്യുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത് കൃഷിഭവനും അതുപോലെ VPCക്കും വിശേഷിച്ച് അവർ തന്ന വിത്തിൽ ഏറ്റവും പാഴ്ച പറ്റിയതാണ്. പാഴ്ച പറ്റിയതുകൊണ്ട് ഞങ്ങൾ കർഷകർ മൊത്തം എല്ലാ ദുരിതത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത കൃഷിരീതി പിന്തുടർന്ന കർഷകരെ കൂടുതൽ വിള ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് കൃഷിവകുപ്പ് പുതിയ വിത്തുകൾ നൽകി കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൃഷിവകുപ്പ് നൽകുന്ന വിത്തുകളിൽ അപാകതയുണ്ടെന്ന് മുൻകാലങ്ങളിൽ കർഷകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഗണിക്കാതെയാണ് കൃഷിവകുപ്പ് വിത്തുകൾ വീണ്ടും വിതരണം ചെയ്തത്. ഇതാണ് കാന്തല്ലൂരിലെ ക്യാബേജ്, ക്യാരറ്റ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള പദ്ധതിയും എത്തി. കൃഷിവകുപ്പ് 5000 രൂപയാണ് ഓരോ സ്കൂളുകൾക്കും ഇതിനായി നൽകുന്നത്. പച്ചക്കറി കൃഷി വികസനത്തിനുള്ള പദ്ധതിയിൽ നിന്നാണ് സ്കൂളുകൾക്കും വിഹിതം നൽകുന്നത്. കൃഷിവകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 10 സെന്റ് സ്ഥലത്തെങ്കിലും തോട്ടമൊരുക്കാൻ കഴിയുന്ന സ്കൂളുകൾക്കാണ് സഹായം ലഭിക്കുക. തോട്ടമൊരുക്കുന്നതിന് 4000 രൂപയും കാർഷിക ക്ലബ്ബ് രൂപീകരണമടക്കമുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് 1000 രൂപയും ലഭിക്കും. കുട്ടികളിൽ കാർഷിക ബോധവും സംസ്കാരവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന പദ്ധതിക്ക് മലപ്പുറം ജില്ലയിലും നല്ല സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. മിക്ക സ്കൂളുകളിലും ഇപ്പോൾ തന്നെ കൃഷിത്തോട്ടങ്ങളുണ്ട്. ഈ പച്ചക്കറി വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കും. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കൃഷിഭവനുകളാണ് പദ്ധതി നടത്തിപ്പിനുള്ള വിദ്യാലയങ്ങൾ കണ്ടെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ലൈസൻസ് ഇല്ലാത്തതും ചട്ടവിരുദ്ധമായി പ്രവർത്തനം നടത്തിയതിനുമാണ് 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. സമീപത്തെ സ്കൂൾ മുറ്റത്തേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട റിസോർട്ടിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നടപടിയുമായിട്ട് കമ്മിറ്റിയിൽ ആലോചിച്ച് നോട്ടീസ് കൊടുത്തിട്ട് നിർത്താനുള്ള നടപടിയിലേക്ക് പോയിട്ടു. നോട്ടീസ് കൊടുത്തത് ഇപ്പൊ നമുക്ക് അവർ ഇങ്ങനെ ഈ 5 റിസോർട്ട് അവിടെ തന്നെ സ്കൂളിനകത്തുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ റിഡ്ജ്, ബെൽമൌണ്ട്, ഹൈറേഞ്ച് ഇൻ, നിഷ തുടങ്ങിയ റിസോർട്ടുകളാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്നത്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചത് ടീ ഗാർഡൻ ഇൻ റിസോർട്ടാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുൻപോട്ട് പോകാനാണ് പഞ്ചായത്ത് വകുപ്പിന്റെ തീരുമാനം. അതേസമയം പഞ്ചായത്തിന്റെ നടപടിയോട് സഹകരിക്കാൻ റിസോർട്ടുകാർ തയ്യാറായിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൂന്നാറിലെ എല്ലാ റിസോർട്ടുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചാൽ മാത്രമേ തങ്ങളും സഹകരിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഏറെ വൈവിധ്യങ്ങളുമായാണ് കൊച്ചിയിലെ മോളുകൾ റംസാനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അപൂർവയിനം പഴങ്ങളുടെയും നോമ്പുതുറ വിഭവങ്ങളുടെയും ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
ഒറ്റയാത്രയിൽ തന്നെ വേണ്ട വസ്തുക്കളെല്ലാം വാങ്ങാം. ഇതുവഴിയുള്ള സമയലാഭത്തിനൊപ്പം മാളുകളിൽ റംസാൻ വിപണിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുറവ് കൂടിയായതോടെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സമൂസ, കട്ട്ലറ്റ്, ഇറച്ചിപ്പത്തിരി, കോഴിയട, കൈപ്പോള, ഉന്നക്കായ തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പം ഈത്തപ്പഴം, മാമ്പഴം, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, റംബൂട്ടാൻ തുടങ്ങിയ പഴങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. റംസാൻ വിപണിയിൽ മാത്രം ലഭിക്കുന്ന വിഭവങ്ങൾ വാങ്ങാൻ എല്ലാ മതസ്ഥരും എത്തുന്നുണ്ട്. ഇഫ്താർ ഉദ്ദേശങ്ങൾ തുടങ്ങിയെങ്കിലും എല്ലാ ആൾക്കാരും അത് മാക്സിമം സഹകരിക്കുന്നുണ്ട്. ജ്യൂസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തരിക്കഞ്ഞി, നോമ്പിന് പറ്റുന്ന എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. മാളുകളിൽ ഒരുക്കിയ പ്രത്യേക റംസാൻ വിപണിയിൽ ഉപഭോക്താക്കളും സന്തുഷ്ടരാണ്. റംസാന്റെ ആദ്യ പത്തിലെ അവസാന നാളുകളാണിത്. അവസാന പത്തുകളിൽ വസ്ത്രവിപണി കൂടി സജീവമാവുന്നതോടെ മാളുകളിൽ തിരക്കേറും. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. പെരുന്നാൾ ദിനം മൈലാഞ്ചി അണിയൽ ഒത്തുചേരലിന്റെ കൂടി ചടങ്ങാണ്. റംസാനോടനുബന്ധിച്ച് കോഴിക്കോട് മാങ്കോവിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ തൊടുമ്പോൾ കിനാവു ചൊരിയുമെന്ന് പാടിയിട്ടുണ്ട് കവി. മൈലാഞ്ചി ചുവപ്പിന്റെ മനോഹാരിതയാണ് റംസാൻ കാലത്തെ നിറമുള്ള കാഴ്ചകളിൽ ഒന്ന്. പെരുന്നാൾ രാവിനാണ് മൈലാഞ്ചി അണിയുക. എങ്കിലും വരാനിരിക്കുന്ന ആ ദിവസത്തെ മൈലാഞ്ചി ചോപ്പണിഞ്ഞ് കാത്തിരിക്കുകയാണ് ഇവർ. കോഴിക്കോട് മാങ്കാവിലെ ദയാ റെസിഡൻസ് ആണ് കുട്ടികൾക്കായി റംസാൻ കാലത്ത് മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചത്. കൈനിറയെ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ. അരച്ചിടുന്ന മൈലാഞ്ചിയേക്കാൾ ട്യൂബ് തന്നെയാണ് താരം. കലീജിയൻ സ്റ്റൈലിനാണത്രേ മൈലാഞ്ചി അണിയലിൽ ആവശ്യക്കാർ ഏറെയും. നമ്മൾ ഈദ് കഴിഞ്ഞ് പോകുമ്പോഴും എല്ലാ കൈയിലും ചുവന്ന് ഇരിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി. കൈകളിൽ മൈലാഞ്ചി മുഞ്ചിന്റെ ഇശലുകൾ തീർത്ത് ഹൂറിമാർ. മൈലാഞ്ചിയുടെ ഗന്ധവും കൈവെള്ളയിൽ വിരിഞ്ഞിരിക്കുന്ന ചുവന്ന പൂക്കളും ഒപ്പം നിറഞ്ഞ പുഞ്ചിരിയും. മൈലാഞ്ചി ചുവപ്പിന്റെ മൊഞ്ചും ഒപ്പനയുടെ താളവും റംസാൻ കാലത്തെ പ്രധാന കാഴ്ചകളാണ്. മനോഹരമായ കൈകളെ ചുവപ്പണിയിച്ച് വരാനിരിക്കുന്ന പെരുന്നാൾ ദിനത്തെ കാത്തിരിക്കുകയാണ് ഇവർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടന്നു. തിരുവനന്തപുരത്ത് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, മതസാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പതിവ് പോലെ ഇക്കുറിയും മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിലെ നാനാതുറയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു. തിരുവനന്തപുരം നന്ദാവനത്തെ മുസ്ലിം അസോസിയേഷൻ ഹാളിലായിരുന്നു ഇഫ്താർ സംഗമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, എംഎൽഎമാർ, വിവിധ മതങ്ങളിലെ വൈദികർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ സംഗമത്തിനെത്തിയിരുന്നു. ചടങ്ങിൽ സംസാരിച്ച പ്രമുഖർ റംസാൻ സന്ദേശം നൽകാനും മറന്നില്ല. നോമ്പുതുറയുടെ ഭാഗമായി ഇഫ്താർ സംഗമത്തിൽ വൈവിധ്യമാർന്ന നോമ്പുതുറ വിഭവങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തക അനുശ്രീ പിള്ള അന്തരിച്ചു. 28 വയസ്സായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളം പോർട്ടലായ സമയം.comന്റെ സീനിയർ കോപ്പി എഡിറ്ററായിരുന്നു. ഇന്നലെ രാത്രി പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ ചാലാപ്പള്ളി സ്വദേശിനിയാണ്. കേരള വിഷൻ, ജയ്ഹിന്ദ്, ഇന്ത്യ വിഷൻ, TV ന്യൂസ് ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച നടത്തും. കൈരളി TV പ്രോഗ്രാം അസോസിയേറ്റ് ഡയറക്ടർ PO മോഹനന്റെ അമ്മ സരസമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടുവളപ്പിൽ നടന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, HR DGM മുഹമ്മദ് ആരിഫ്, കൈരളി മീഡിയ ക്ലബിനു വേണ്ടി ഭാരവാഹികളായ B സുനിൽ, AK ബൈജു എന്നിവർ റീത്ത് സമർപ്പിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സും സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. HLL പേരൂർക്കട യൂണിറ്റിൽ നടന്ന ക്യാമ്പിൽ 100 പേർ രക്തം ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും RCCക്കും രക്തം കൈമാറും. ക്യാമ്പിൽ മേയർ VK പ്രകാശ്, സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി TDA നായർ തുടങ്ങിയവർ പങ്കെടുത്തു.